കാഞ്ഞിരക്കൊല്ലിയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരക്കൊല്ലി ഒരറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കാഞ്ഞിരക്കൊല്ലി എന്ന് പേര് വരാൻ തന്നെ കാരണം കുന്നുകളും മലകളും കൊല്ലികളും കൊക്കകളും നിറഞ്ഞ ഈ പ്രദേശത്ത് ആദിവാസിയായ കാഞ്ഞാൻ എന്നൊരു യുവാവിനെ ആന ചവിട്ടിക്കൊന്നു എന്ന അർത്ഥത്തിൽ കാഞ്ഞാനെ കൊല്ലി ആവുകയും പിന്നീട് പറഞ്ഞ് കാഞ്ഞിരക്കൊല്ലിയായി പരിണമിക്കുകയാണ് ഉണ്ടായത്. 1968കളിലാണ് ഇവിടെ കുടിയേറ്റം ആരംഭിച്ചത്. വ്യാപകമായ കുടിയേറ്റമായിരുന്നില്ല അത്. ആദ്യമായി 3 പേരാണ് കുടുംബമായി മുക്കുഴി എന്ന ഭാഗത്ത് വന്ന് താമസിക്കുകയും പിന്നീട് 70കളിലൂടെയാണ് വിപുലമായ തോതിലുള്ള കുടിയേറ്റം ആരംഭിച്ചത്. ഗതാഗത സൗകര്യം ഒന്നുമില്ലാതിരുന്ന ഈ സ്ഥലത്ത് കൂപ്പുകളിൽ നിന്ന് വ്യാപകമായി മരം മുറിച്ച് ലേലത്തിൽ പിടിച്ച് മരം മുറിച്ച് കൊണ്ടുപോകാൻ ലോറികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച വഴികളാണ് ആദ്യമായി ഗതാഗത സൗകര്യത്തിന് ഈ കുന്നുകളിലൂടെ വന്നുകൊണ്ടിരുന്നത്. പ്രസ്തുത റോഡുകൾ ഇവിടെ എത്തിയ ജനങ്ങൾ കൂട്ടായ സഹകരണത്തിലൂടെ പൊതുപ്പണിയിലൂടെ എല്ലാമായി വീതി കൂട്ടി യാത്രാ സൗകര്യം സൃഷ്ടിച്ചെടുത്ത് ജീപ്പ് റോഡുകളായി പരിണമിച്ചാണ് നിലവിലുള്ള ഈ റോഡുകൾ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഈ യാത്രാക്ലേശങ്ങൾ ദുർഘടമായിരുന്ന സാഹചര്യത്തിൽ മറ്റ് സ്കൂളുകളിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുവാനോ ആധ്യാത്മിക കാര്യങ്ങളിൽ മതപഠനം പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയിലെത്തുവാനോ ഇവിടെ സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാസത്തിൽ 2 തവണ ചന്ദനക്കാമ്പാറയിൽ നിന്നും വികാരി അച്ഛന്മാർ സ്റ്റേഷൻ പള്ളിയായ കാഞ്ഞിരക്കൊല്ലിയിലെത്തി ഇവിടെ ബലിയർപ്പിച്ച് ആത്മീയതയുടെ പാതകൾ പിന്തുടരുകയായിരുന്നു ചെയ്തിരുന്നത്. 1983 ഫെബ്രുവരി 13-ാം തീയതി കാഞ്ഞിരക്കൊല്ലിയെ സ്വതന്ത്ര ഇടവകയാക്കി ഉയർത്തുകയും റവറൻ ഫാദർ ജോസ് മഞ്ചപ്പള്ളി അച്ഛനെ പ്രഥമ വികാരിയായി നിയമിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തുതി. ഭാഗ്യസ്മരണാർഹനായ മോൺസിഞ്ഞൂർ CJ വർക്കിയച്ഛനാൽ 1962 സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിൽ താമരശ്ശേരി രൂപതയുടെ കുളത്തുവയലിൽ സ്ഥാപിതമായ വിമലമേരി മിഷണറി സഹോദരികളുടെ സഭയിലെ 47ാമത്തെ ശാഖാഭവനമായ ഫാത്തിമാഗിരി കോൺവെൻറ്റ് പ്രകൃതി സുന്ദരമായ കാഞ്ഞിരക്കൊല്ലി മലമുകളിൽ 1990 ജൂൺ 3-ാം തീയതി അന്നത്തെ വികാരി അച്ഛനായിരുന്ന ഫാദർ ആൻഡ്രൂസ് തെക്കേലിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലും ആഹ്ലാദപ്രദമായ ജനങ്ങളുടെ മധ്യത്തിലും ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഫാദർ CJ വർക്കിയച്ഛൻ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. കുടുംബ പ്രേക്ഷിതത്വത്തിൽ അടിസ്ഥാനമായ സുവിശേഷ പ്രഘോഷണമായ പ്രത്യേക കാര്യസ്ഥമായ MSMI മക്കളായ ഞങ്ങൾ യേശുവിൻ്റെ രക്ഷിക്കുന്ന സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനായി ഇടവകയിലെ വികാരി അച്ഛനോട് സഹകരിച്ച് ഭവന സന്ദർശനം, കൗൺസിലിംഗ്, വാർഡ് പ്രാർത്ഥന, മതബോധനം, സംഘടനാ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷത്തോടെ ചെയ്യുന്നു.
കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ പയ്യാവൂർ പഞ്ചായത്തിലെ 2ാം വാർഡാണ് കാഞ്ഞിരക്കൊല്ലി. കാഞ്ഞിരക്കൊല്ലി ആദ്യകാല കുടിയേറ്റ കാലം മുതൽ ഇങ്ങോട്ട് ഒരുപാട് നല്ല വ്യക്തികളുടെ ശ്രമഫലമായി കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകാനും റോഡുകൾ, ഗതാഗത സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നത് കാലാകാലങ്ങളായി ഇവിടെ വന്നിട്ടുള്ള വികാരി അച്ഛന്മാരുടെ ശ്രമഫലമായിട്ടാണ്. ബഹുമാനപ്പെട്ട ജോൺ മാസ്റ്റർ കാഞ്ഞിരക്കൊല്ലിയിലെ വിവിധങ്ങളായ ടൂറിസം പോയിന്റുകളെ കൂട്ടിയിണക്കി. അതായത് ശശിപ്പാറ, അളകാപുരി വെള്ളച്ചാട്ടം, മതിലേരിത്തട്ട്, ഹനുമാൻ പാറ, മുക്കുഴിപ്പാറ തുടങ്ങി വ്യത്യസ്തമായ ടൂറിസം പോയിന്റുകളെ കൂട്ടിച്ചേർത്ത് ഒരു ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കുകയും കാഞ്ഞിരക്കൊല്ലി ടൂറിസം രംഗത്ത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് ഈ കാലയളവിലുണ്ടായത്. കാഞ്ഞിരക്കൊല്ലിയിലെ ശശിപ്പാറ ശരിക്ക് കൊടൈക്കനാലിൽ നിന്ന് കാണുന്ന വളരെയധികം വശ്യമനോഹരമായ ഒരു സ്ഥലമാണ് ശശിപ്പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആർക്ക് എപ്പോൾ വന്ന് നോക്കിയാലും മാനസികമായൊരു കുളിർമ, മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു പ്രത്യേക ഒരവസ്ഥ ഇവിടെ വന്നു ചേർന്നാൽ സംജാതമാകുന്നുണ്ട്. പിന്നെ അളകാപുരി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നയനമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അളകാപുരി വെള്ളച്ചാട്ടം. വേനൽക്കാലത്ത് കുറച്ച് വെള്ളം കുറയുമെങ്കിലും വർഷക്കാലത്ത് മൺസൂൺ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് അളകാ വെള്ളച്ചാട്ടം. കാഞ്ഞിരക്കൊല്ലിയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണ് ഹനുമാൻ പാറ. അതിനോടനുബന്ധിച്ചുള്ളതാണ് മുക്കുഴിയിൽ തന്നെയുള്ള ഒരു പാറയാണ് കന്മതപ്പാറ. പണ്ട് കാലത്ത് ശിലായുഗത്തിലോ എന്ന് വിചാരിക്കാം, അന്ന് കന്മതം പൊട്ടിയൊഴുകിയിരുന്നു. പണ്ടത്തെ മുസ്ലിം തടിക്കച്ചവടക്കാർക്ക് ഇവിടുന്ന് ഈ കന്മതപ്പാറയിൽ നിന്ന് കന്മത ശേഖരിച്ചതായിട്ട് ഇവിടെയുള്ള പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഉടുമ്പുഴയുടെ തീരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കർണാടക ഫോറസ്റ്റും വളരെയധികം സുന്ദരമായ പ്രദേശങ്ങളാണ്. ഒരുപാട് കയങ്ങളും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും, ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉൾപ്പെടുന്ന ഈ ചിറ്റാരി ഉടുമ്പുഴ വളരെയധികം മനോഹരവും ടൂറിസം സാധ്യത ഏറെയുള്ളതുമാണ്. പിന്നെ മതിലേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് ഗതാഗതം കുറച്ച് അപര്യാപ്തമാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും തണുത്ത കാറ്റും ദീർഘമായ ലോങ് സൈറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ് മതിലേരി. അളകാ വെള്ളച്ചാട്ടത്തോട് ചേർന്ന് അളകാ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ചെരുവുകളിൽ വശ്യമനോഹരമായ നീലക്കടൽ പോലെ ഒരു 9 വർഷം മുമ്പ് നീലക്കുറിഞ്ഞു പൂത്തിരുന്നു. ഇനി 3 വർഷത്തിന് ശേഷം നമുക്ക് ആ വശ്യമനോഹരമായ ആ സൗന്ദര്യ നീലക്കടൽ നമുക്കിനിയും കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 വർഷമായി മാതൃവേദിയുടെ പ്രസിഡന്റായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഇടവകയുടെ ആദ്യകാലത്ത് രൂപീകൃതമായ സംഘടനയാണ് മാതൃവേദി. ഏകദേശം 250 അമ്മമാർ മാതൃവേദിയിൽ പ്രവർത്തിച്ചു വരുന്നു. മാതാവിൻ്റെ തിരുനാളിൽ എല്ലാ അമ്മമാരും അംഗത്വ നവീകരണം നടത്തുകയും അന്നേ ദിവസം ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുകയും പ്രാർത്ഥനകൾക്കും ഗാനശുശ്രൂഷയ്ക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അന്നേ ദിവസം കാഴ്ച സമർപ്പണം നടത്തി ആ തുക പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അമ്മമാർ ഒന്നുചേർന്ന് ഇടവകയിലെ രോഗികളെ സന്ദർശിക്കുകയും കിടപ്പ് രോഗികളായി കഴിയുന്നവർക്ക് വേണ്ട കൂദാശ സ്വീകരണത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഗർഭിണികളായി കഴിയുന്ന അമ്മമാരെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട പ്രാർത്ഥനകളും അമ്മമാർ നടത്തുന്നു. ആതുര സേവനം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ അമ്മമാരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് വാർഡ് തലത്തിൽ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിക്കുകയും പച്ചക്കറി കൃഷി, ജപമാല കെട്ടൽ, ഇതിലൂടെ അമ്മമാരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വാർത്ഥത എന്ന നരകം. ദൈവം ഒരിക്കൽ നരകം സന്ദർശിച്ചു. ഭൂമിയിൽ പാപകർമ്മങ്ങൾ ചെയ്ത ആളുകൾ പല വിധത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങി അവിടെ കഴിയുന്നുണ്ടായിരുന്നു. ദൈവം ആഴമുള്ള ഒരു തീക്കിണറ്റിലേക്ക് കുനിഞ്ഞു നോക്കി. അവിടെയുള്ള ആളുകൾ ദൈവത്തോട് കേണപേക്ഷിച്ചു, ദൈവമേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അക്കൂട്ടത്തിൽ ഒരാളെയെങ്കിലും രക്ഷിക്കാമെന്ന് കരുതി ദൈവം ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് നിങ്ങളിലാരെങ്കിലും
എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയൂ, അയാൾക്ക് രക്ഷ കിട്ടും. എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ചു. തീക്കറലിൽ കിടക്കുന്ന ആർക്കും തങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യവും ഓർമ്മ വന്നില്ല. വല്ല നന്മയും ചെയ്തിട്ട് വേണ്ടേ ഓർമ്മ വരാൻ? നുണയുണ്ടാക്കി പറയാമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് നടക്കുമോ? പെട്ടെന്ന് അക്കൂട്ടത്തിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ഒരിക്കൽ എൻ്റെ കഞ്ഞിപ്പാത്രത്തിൽ ഒരു ചിലന്തി വീണു. വേണമെങ്കിൽ എനിക്കിതിനെ കൊല്ലാമായിരുന്നു, പക്ഷേ ഞാൻ അതിനെ വെറുതെ വിട്ടു. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ദൈവത്തിന് മനസ്സിലായി. അടുത്ത ക്ഷണം ഒരു അത്ഭുതം സംഭവിച്ചു. സ്വർഗത്തിൽ നിന്ന് ചിലന്തി വലയുടെ ഒരു നൂല് താഴേക്കിറങ്ങി വന്നു. നീ എന്ന് കൊല്ലാതെ വിട്ട ചിലന്തിയുടെ നൂലാണിത്, ദൈവം പറഞ്ഞു. അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരിക. അയാൾ അതിൽ തൂങ്ങി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അത് കണ്ടുനിന്ന ബാക്കിയുള്ളവരും ആ നൂലിൽ തൂങ്ങി മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷെ അക്കാര്യം ആദ്യം കയറുന്ന ആൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അയാൾ തൻ്റെ പിന്നാലെ വരുന്നവരോട് ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് ഞാൻ ചെയ്ത നല്ല കാര്യത്തിന് ദൈവം തന്ന സമ്മാനമാണ്. ഇതിലൂടെ കയറി രക്ഷപ്പെടാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ തൻ്റെ പിന്നാലെ വരുന്നവരെ കാലുകൊണ്ട് തൊടിച്ച് ആ തീക്കിണറ്റിലേക്ക് തന്നെ വീഴ്ത്തി. അടുത്ത ക്ഷണം ഒരു അത്ഭുതം സംഭവിച്ചു. അത്രയും നേരം ഇരുമ്പ് കമ്പി പോലെ ബലമുണ്ടായിരുന്ന ചിലന്തി നൂൽ പൊട്ടിപ്പോയി. അതോടെ അയാളും ആ തീക്കിണറ്റിലേക്ക് തന്നെ പതിച്ചു. മുകളിൽ അതൊക്കെ കണ്ടുനിന്ന ദൈവം അയാളോട് പറഞ്ഞു, ഭൂമിയിൽ വെച്ച് നീ ചെയ്ത ഒരേ ഒരു നല്ല കാര്യത്തിനുള്ള പ്രതിഫലമായിരുന്നു നിനക്ക് രക്ഷയ്ക്കായി കിട്ടിയ ഈ ചിലന്തി നൂൽ. അത് കിട്ടിയപ്പോഴും നീ തെറ്റു ചെയ്തു. നിന്നെപ്പോലെ ദുരിതം അനുഭവിക്കുന്നവരെ നീ കണ്ടില്ലെന്ന് നടിച്ചു. അവർ രക്ഷപ്പെടരുതെന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്തു. നിന്നെപ്പോലുള്ള സ്വാർത്ഥന്മാർക്കുള്ള ശിക്ഷയാണ് ഈ നരകത്തി. നിന്നെപ്പോലുള്ളവർ ഇതിൽ കിടന്നേ മതിയാവൂ. അത്രയും പറഞ്ഞ് ദൈവം സ്വർഗത്തിലേക്ക് തിരിച്ചു നടന്നു. പ്രിയ കൂട്ടുകാരെ, നാം ഒരിക്കലും സ്വാർത്ഥരാകരുത്. നിസ്വാർത്ഥ സേവനം ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. നന്ദി, നമസ്കാരം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നൽകും. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് നൽകിയ ഈ സുന്ദര വാഗ്ദാനത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പൂർത്തീകരണം കാഞ്ഞിരക്കല്ലിയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. വിനോദസഞ്ചാരികളെ വിസ്മയത്തിലാഴ്ത്തുന്ന അളകാപുരി വെള്ളച്ചാട്ടവും ശശിപ്പാറയും മറ്റ് ദൃശ്യങ്ങളും തീർക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തോടെ വരുന്നുണ്ടെങ്കിൽ ആധ്യാത്മിക മേഖലയിൽ അവരുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന ചരിത്രമാണ് എനിക്ക് ഇവിടെ അവതരിപ്പിക്കുവാനുള്ളത്. പ്രവാചകരായ അബ്രാഹത്തെയും മോശയെയും പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ 100% ഫലമാണ് ഇവിടെയുള്ള ആധ്യാത്മിക പുരോഗതി എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവസിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും മണിക്കൂറുകൾ ഇടവകയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ പ്രദേശങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഇവിടെയുണ്ട്. ഞങ്ങൾ 1971 ഈ കാഞ്ഞിരക്കൊല്ലി എന്ന മനോഹരമായ സ്ഥലത്ത് താമസത്തിനായിട്ട് വന്നു. അന്ന് സ്ഥലത്തിന് 250 രൂപയായിരുന്നു വില ഏക്കറിന്. 5-6 ഏക്കർ സ്ഥലമൊക്കെ എടുത്തു. പണിപ്പീരും പിന്നെ ഭർത്താവിന് കച്ചവടമൊക്കെ ആയിട്ട് അതിങ്ങനെ താമസിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് യാതൊരു സാഹചര്യങ്ങളും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു ആ കാര്യത്തിൽ. അത് കാരണം ആദ്യമായിട്ട് തലശ്ശേരി ചാലിൽ പള്ളിയിരുന്ന റഫറേലത്തിനെ കൊണ്ടുവന്ന് വീട്ടിലൊരു കുർബാന ചെല്ലിച്ചു. അതിനുശേഷം ഇവിടെ പള്ളിക്ക് നാട്ടുകാർ കൊടുത്ത സ്ഥലത്ത് ഷെഡുണ്ടാക്കി അവിടെ
കുറച്ച് ആൾക്കാരെ ഒന്നും ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാവരും കൂടി നല്ല സഹകരണമായിരുന്നു. എല്ലാവരും ഷെഡൊക്കെ ഉണ്ടാക്കി അവിടെ മാസത്തിൽ ഒരു കുർബാന ചന്ദ്രക്കാന്മാരെ അച്ഛൻ വന്ന് ചൊല്ലുമായിരുന്നു. അങ്ങനെ ആത്മീയ കാര്യങ്ങളൊന്ന് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ താഴെ ശാന്തിനഗറിൽ ഒരു ചെറിയ പള്ളിയായിട്ട് അവിടെ കുർബാന വല്ലപ്പോഴും പറ്റുമ്പം അവിടെ പോകുമായിരുന്നു. വഴി ഒരു വലിയ പ്രശ്നമായിരുന്നു അന്ന്. എനിക്ക് കുറച്ച് നേഴ്സിംഗൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആദ്യകാലത്ത് ഇവിടങ്ങളിലെല്ലാം പനിയും വളരെ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ യാതൊരു സൗകര്യവും ഇല്ലാഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് മരുന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു നാട്ടുകാർക്കെന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നു. ദൈവം അതിനുള്ള വഴി എനിക്ക് തെളിച്ചു തന്നു. പിന്നീട് ഇവിടെ പോസ്റ്റ് ഓഫീസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പരിശ്രമിച്ച് പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായിട്ട് എന്നെ നിയമിച്ചു. പിന്നെ ഒരു ഭയങ്കരമായ ഒരു മുറിവ് കേസും കൊണ്ട് ഒരാൾ വന്നു. കോടാലി കൊണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വെട്ടി പൊളിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു തരത്തിലും ഇതിവിടെ ചെയ്യാൻ പറ്റിയല്ല, ആശുപത്രി പോകാമെന്നാ. പുള്ളി അവിടെ ഇരുന്നു. എനിക്ക് പൈസയില്ല, എനിക്ക് വണ്ടി നടന്ന് പോകാനും പറ്റിയല്ല. അതുകൊണ്ട് ചേച്ചി ചെയ്തില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് മരിക്കുള്ളൂ. പിന്നെ അതും 18 സ്റ്റിച്ചിടണമായിരുന്നു അന്ന്. അത് വിട്ട് സുഖമാക്കിയപ്പം പിന്നെ ദിവസം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ ഞാനിത് എങ്ങനെ ചെയ്തെന്ന്. അതുപോലെ അത്രയും പിന്നെ അന്ന് മരപ്പിക്കാനുള്ള മരുന്നോ അങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ചുങ്കക്കാരൻ കണ്ണു ചുവന്നൊരു കണിശക്കാരൻ, ചുങ്കക്കാരൻ സക്കായി കുള്ളൻ കേവൻ സക്കായി ചുങ്കപ്പിരിവിനു ചന്തയിലേക്ക് വരുന്നുണ്ടേ. വക്രക്കണ്ണു തിരിച്ചു ചിരിച്ചു വരുന്നുണ്ടേ. ചങ്കില്ലാത്തൊരു ചുങ്കക്കാരൻ, കണ്ണു ചുവന്നൊരു കണിശക്കാരൻ. നാട്ടാരെന്ത് പറഞ്ഞാലും വീട്ടാരെന്ത് പറഞ്ഞാലും കാശു കൊടുത്തില്ലേ സക്കായി മീശ വിറപ്പിക്കും. നാട്ടാരെന്ത് പറഞ്ഞാലും വീട്ടാരെന്ത് പറഞ്ഞാലും കാശു കൊടുത്തില്ലേ സക്കായി മീശ വിറപ്പിക്കും. അന്തി ഉറങ്ങണ നേരത്ത് ചുങ്കക്കിഴികൾ നെഞ്ചത്ത് വേണം കൂട്ടിന് സക്കായിക്ക് നേരം പുലരോളം. ഉള്ളന്റെ ഉള്ളാകെ കല്ലാണെന്ന് കരയാകെ കഥയാണെ കളിയാക്കല്ലേ. ചുങ്കക്കാരൻ സക്കായി കുള്ളൻ കേവൻ സക്കായി ചുങ്കപ്പിരിവിനു ചന്തയിലേക്ക് വരുന്നുണ്ടേ. വക്രക്കണ്ണു തിരിച്ചു ചിരിച്ചു വരുന്നുണ്ടേ. പതിവായി ആളുകൾ പ്രാകും മുടിഞ്ഞു പോകും കണിശം. എന്തിനായി ശാപമെല്ലാം, എന്തിനായി നേട്ടമെല്ലാം. വീട്ടാർക്കും വേണ്ടെന്നെ നാട്ടാർക്കും വേണ്ടെന്നെ. മിഴി നനഞ്ഞു വഴിമറഞ്ഞു മനമിടിഞ്ഞിതാ. പാവം ആർക്കും വേണ്ടാത്തവൻ സക്കായി. ചുങ്കക്കാരെ പാവികളെ വരുവിൻ, സ്വർഗരാജ്യം ആഗതമായി. യേശുവചനം കേൾക്കവേ സക്കായി വിസ്മയിച്ചവൻ തന്നെ വിളിച്ചു.
യേശുവിനെ കാണാനായി മുൻപേ ഓടി സക്കായി സിക്കമൂർ മരത്തിലേറി കാത്തിരുന്നു സക്കായി. യേശു വന്നു മുകളിൽ നോക്കി താഴെ വരൂ വേഗം നീ, ഞാൻ വരുന്നു നിന്റെ വീട്ടിൽ വിരുന്നിനായി സക്കായി. ആദ്യമായി ജീവിതത്തിൽ വിരുന്നൊരുക്കി സക്കായി. വന്നല്ലോ യേശു തന്നല്ലോ സ്നേഹം, സക്കായി തുള്ളിച്ചാടുന്നേ. ചുങ്കപ്പിരിവെല്ലാം ഞാൻ ദാനം ചെയ്യുന്നേ, സമ്പത്തിൽ പാതിതാ ധർമ്മം നൽകുന്നേ. ചങ്കുള്ളോനായേ കണ്ണുള്ളോനായേ സക്കായി തുള്ളിച്ചാടുന്നേ. ചുങ്കപ്പിരിവെല്ലാം ഞാൻ ദാനം ചെയ്യുന്നേ, സമ്പത്തിൽ പാതിതാ ധർമ്മം നൽകുന്നേ. പച്ചപ്പുൽമേടൊരുക്കും ദൈവം, എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. പച്ചപ്പുൽമേടൊരുക്കും ദൈവം, എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ, എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. അങ്ങയെ വാട്ടിപ്പാടുന്നേ, അങ്ങയെ വാട്ടിപ്പാടുന്നേ. ഇടയനാം ഉടയോരൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു